രാത്രി ഏറെ വൈകിയാണ് മാടമ്പിക്കടവിൽ എത്തിയത്. ഒന്ന് രണ്ട് പൊട്ടിപ്പൊളിഞ്ഞ പീടിക മുറികൾ ഒഴിച്ചാൽ മറ്റൊരു വികസനവും കാണാത്ത പ്രദേശം. മൗനമായി ഒഴുകുന്ന പുഴ. ഒരു അട്ടഹാസത്തിന് മുമ്പുള്ള കാഴ്ച പോലെ തോന്നി ദേവദത്തന് അവിടം. ദേവദത്തൻ അവൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആ പുഴക്കടവിൽ എത്തിയത്. ഒരു തനി നാട്ടും പ്രദേശം. ഇക്കാലത്ത് ഇങ്ങനെയും ഒരു സ്ഥലമുണ്ടോ? ദേവദത്തൻ കൂട്ടുകാരായ നന്ദഗോപാലിനോടും ഇസ്ഹാക്കിനോടും ആശ്ചര്യത്തോടെ ചോദിച്ചു. മാടമ്പിക്കടവിൽ സുഭദ്ര തമ്പുരാട്ടിയുടെ ഏക മകൾ സ്വർണപ്രഭയുടെ ജന്മനാടാണ് മാടമ്പിക്കടവ്, ഒരു അള്ളിപ്രദേശം. ഇസ്ഹാക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാടമ്പിക്കടവ് പേര് കൊള്ളാം. ഇവിടെ മാടമ്പികളുണ്ടോ? നന്ദഗോപാൽ ദേവദത്തനെ കളിയാക്കാനെന്ന ഭാവത്തോടെ ചോദിച്ചു. ഹേയ്, മാടമ്പിമാർ ഉണ്ടാവാൻ സാധ്യതയില്ല. തമ്പുരാട്ടിമാർ കാണും. എന്താ, വല്ല ആലോചനയും ഉണ്ടാക്കണമെന്നുണ്ടോ? ഒരു പരിഹാസ രൂപേണ ഇസ്ഹാക്ക് ചോദിച്ചപ്പോൾ ഒരു ചമ്മലോടെ ദേവദത്തൻ ചൊടിച്ചു. കിന്നാരം പറയാൻ നിൽക്കാതെ വേഗം അക്കരെ കിടക്കണം. സമയം ഒത്തിരി വൈകി. ആ പുഴക്കടവിലെ വള്ളം കാണിച്ചുകൊണ്ട് ദേവദത്തൻ അവരോട് ധൃതി കാണിച്ചു. ഈ കൊച്ചുവള്ളത്തിൽ കയറിയാണോ അക്കരെ കടക്കുന്നത്? ഇസ്ഹാക്ക് ചെറിയ പരിഭ്രമം ഉള്ളിൽ പ്രകടിപ്പിച്ചു. വളരെ പഴക്കം ചെന്ന് ചീർണിച്ച ഒരു കൊച്ചുവള്ളം, ഒപ്പം അതിൽ ഒരു പങ്കായവും. കടത്തുകാരൻ ഉണ്ടാവില്ലേ? സംശയത്തോടെ നന്ദഗോപാൽ ദേവദത്തനോട് ചോദിച്ചു. ഈ നേരം കെട്ട സമയത്താണോ കടത്തുകാരൻ? നന്ദഗോപാലിൻ്റെ ചോദ്യം കേട്ട് ദേവദത്തിന് അമർഷം വന്നു. ഒച്ച വെക്കാതെ അക്കരെ എത്തണം. അവിടെ നിന്നും നെല്ലൂർ മനയിലേക്ക്. അവൻ കൂടെയുള്ളവരോട് അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ട നന്ദഗോപാലിൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു ഭീതി പ്രകടമായി. അയാളുടെ കണ്ണുകളിൽ അന്താളിപ്പ് പടർന്നു. പെടുന്നനെ അയാളുടെ മുഖത്തെ ഭാവമാറ്റം ഇസ്ഹാക്ക് ശ്രദ്ധിച്ചു. എന്താ നന്ദു, പെട്ടെന്ന് ഒരു അസ്വസ്ഥത? അയാളുടെ മുഖത്തെ പെട്ടെന്നുണ്ടായ ഭീതി അവർ ശ്രദ്ധിച്ചു. നെല്ലൂർ മന. നന്ദഗോപാലിൻ്റെ പതറിയ സ്വരം പതുക്കെ പുറത്തേക്ക് വന്നു. ആ ചുണ്ടുകൾ അപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് പറയുമ്പോൾ അയാളിലുണ്ടായ പേടി കണ്ട് കൂട്ടുകാരായ ദേവദത്തനും ഇസ്ഹാക്കും പകച്ചുപോയി. നെല്ലൂർ മനയിലേക്ക് പോകാനോ? അവിടെ ആരെ കാണാൻ? അല്പം ഭീതി കലർന്ന സ്വരത്തോടെ നന്ദഗോപാൽ ദേവദത്തനോട് ചോദിച്ചു. നന്ദഗോപാലിൻ്റെ ആ ചോദ്യം ദേവദത്തൻ്റെ മനസ്സിനെ ആശങ്കയിലാക്കി. അപ്പോൾ നന്ദഗോപാൽ ആ കടവിന് കരയിൽ നിന്നും മറുകരയിലേക്ക് ആശ്ചര്യത്തോടെ മിഴികൾ നീട്ടി. അവിടെ നിന്നും അക്കരെ ദൂരെയകലെ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലും കാണുവാനില്ല. എല്ലായിടത്തും ഇരുട്ടു മാത്രം. നിലാവിൻ്റെ ഇളം വെട്ടത്തിൽ ദൂരെയകലെ ഒരു പഴയ നാലുകെട്ട് കാണാമായിരുന്നു. അയാളുടെ കണ്ണുകളിൽ നെല്ലൂർ മന ജ്വലിച്ചു നിന്നു. ഒരു ഇടിവെട്ടിയ പോലെ ആ കരയിൽ നിന്നും
നന്ദഗോപാൽ ദേവദത്തനെ അമ്പരപ്പോടെ നോക്കി. എടാ, ആ മനയിലോ? ആ മനയിലെ കുട്ടിയാണോ നീ പ്രണയിക്കുന്ന സ്വർണപ്രഭ? എങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. ആ മനയിലെ തമ്പ്രാക്കന്മാരെല്ലാം പഴയ നാടുവാഴികളുടെ പിന്മുറക്കാരാണ്. ഒന്നാന്തരം ചേകവന്മാർ, കളരി അഭ്യാസത്തിൽ കേമന്മാർ, പഴയ കാലത്തെ പടവെട്ടുകാർ. മുത്തച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നെല്ലൂർ മന എന്ന് കേട്ടപ്പോൾ പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ഇപ്പോഴും ശൗര്യത്തിന് ഒരു കുറവുമുണ്ടാവില്ല. പണ്ടൊരിക്കൽ മനക്കലെ ഇളയ തമ്പ്രാൻകുട്ടി ഒരു സുന്ദരിയായ ഗ്രാമീണ പെൺകുട്ടിയെ വേളി കഴിച്ചു കൊണ്ടുവന്നു. പക്ഷേ കുലമഹിമയും ആഭിജാത്യവും മുറുകെ കൊണ്ടു നടക്കുന്ന വലിയ തമ്പ്രാക്കന്മാർക്ക് അതത്ര രസിച്ചില്ല. നെല്ലൂർ മനക്കലെ നടുമുറ്റത്ത് വെച്ച് ആ പാവപ്പെട്ട സുന്ദരിയായ പെൺകുട്ടിയെ തീ കൊളുത്തി പച്ചയ്ക്ക് കൊന്നു. ആ ക്രൂരകൃത്യം നിർവഹിച്ച അതിലെ പ്രധാനി നെല്ലൂർ മനയിലെ തമ്പ്രാട്ടിയെ വേളി കഴിച്ച ആളായിരുന്നു. മുത്തച്ഛൻ പറഞ്ഞു കേട്ട അറിവാണ് കേട്ടോ. നന്ദു പറയുന്നതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. സുഭദ്രയുടെ മന ഇതായിരിക്കില്ല, നിനക്ക് തെറ്റിപ്പോയതായിരിക്കാം. നന്ദഗോപാലിൻ്റെ വാക്കുകളെ ശരിവെച്ചുകൊണ്ട് ഇസ്ഹാക്കും പറഞ്ഞു. ഷോ, നിങ്ങളൊക്കെ എന്തായി ഇപ്പോഴിങ്ങനെ പറയുന്നത്? ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞതല്ലേ. അവൻ ദേവദത്തൻ അവർക്ക് മുമ്പാകെ പരിഭവം പ്രകടിപ്പിച്ചു. ദത്തനെ വെറുതെ അതുമിതും പറഞ്ഞ് ഭയപ്പെടുത്തല്ലേ. ഇസ്ഹാക്ക് നന്ദഗോപാൽ പറഞ്ഞത് കേട്ട് അയാളോട് പറഞ്ഞു. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. ഈ നെല്ലൂർ മനയെക്കുറിച്ച് കേട്ട അറിവാണ്. മുത്തച്ഛൻ നല്ലൊരു ചേകവരായിരുന്നു. 7 അംഗം വെട്ടി തെളിഞ്ഞ ആൾ. അദ്ദേഹത്തിന് നെല്ലൂർ മനയെക്കുറിച്ച് ധാരാളം അറിയാം. പിൽക്കാലത്ത് ആ പ്രതാപമൊക്കെ നശിച്ചുപോയി എന്നാണ് അറിഞ്ഞത്. ഇപ്പോഴും മനക്കൽ ആൾതാമസമൊക്കെ ഉണ്ടോ ആവോ, അറിയില്ല. മുത്തച്ഛൻ അത് പറഞ്ഞിരുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവാം. പിന്മുറക്കാർ ആരെങ്കിലും ആ വകയിലെ കുട്ടിയാവാം സ്വർണപ്രഭ. ഒരു സംശയത്തോടെ നന്ദഗോപാൽ പറഞ്ഞു വെച്ചു. മതി സംസാരിച്ചത്, നമുക്ക് അക്കരെ കടക്കണം. അർദ്ധരാത്രിയോടെ അവൾ മനക്കലെ തിരുമുറ്റത്ത് തന്നെയും കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദഗോപാൽ സംസാരം അവസാനിപ്പിച്ചപ്പോൾ ദേവദത്തൻ അവരെ ഓർമ്മിപ്പിച്ചു. ഒച്ചയും ബഹളവും ഒന്നും വേണ്ട. ആരെങ്കിലും കണ്ടാൽ പിന്നെ എൻ്റെ പ്രഭയെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് അവൻ ആകുലപ്പെട്ടു പറഞ്ഞു. നീ പേടിക്കേണ്ട. അവളെ നീ സ്വന്തമാക്കുന്നത് വരെ ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാവും. ഇസ്ഹാക്ക് അവനെ സമാധാനിപ്പിച്ചു. അപ്പോഴും നന്ദഗോപാലിന് ആശങ്ക മനസ്സിൽ കുരുങ്ങിയിരുന്നു. അങ്കത്തട്ടിലെ ചേകവന്മാരുടെ പടവെട്ടിൻ്റെ മൂർച്ചയേറിയ ശബ്ദം അയാളുടെ കാതുകളിൽ ഓളമായി തുളച്ചു കയറുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അവർ കടവിൽ നിന്നും ആ കൊച്ചുവള്ളത്തിൽ മെല്ലെ കയറി പങ്കാലം തുഴഞ്ഞ് അക്കരെ ലക്ഷ്യമാക്കി നീങ്ങി. ആകാശത്തിലെ നിലാവിൻ്റെ വെട്ടത്തിനാൽ അന്തരീക്ഷത്തിലെ ഇരുട്ടിന് അല്പം കടുപ്പം കുറവുണ്ടായിരുന്നു.
മറുകരയ്ക്കൽ അവർ വെള്ളം തുഴഞ്ഞെത്തി. വിജനമായി കിടക്കുന്ന അങ്ങേക്കര, നോക്കത്താ ദൂരത്തോളം കുറ്റിക്കാടുകളും മണ്ണിട്ടകളും ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന കുന്നിൻ ചെരുവുകളും. അടുത്തെങ്ങും ഒറ്റ വീടുകൾ പോലും കാണുന്നില്ല. ശബ്ദമുണ്ടാക്കാതെ മുന്നിലൂടെ നടന്നു നീങ്ങുന്ന ദേവദത്തിന് പിന്നിൽ നന്ദഗോപാലും ഇസഹാക്കും അനുഗമിച്ചു. നെല്ലൂർ മനയിലെ തമ്പ്രാക്കന്മാരുടെ ചട്ടമ്പിത്തരം കൊണ്ടായിരിക്കുമോ ഈ സ്ഥലത്തിന് മാടമ്പിക്കടവെന്ന പേര് വീണത്? ഇസഹാക്ക് മുന്നോട്ടേക്ക് ചുവടുകൾ വെക്കുന്നതിനിടയിൽ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒച്ച വെച്ച് സംസാരിക്കല്ലേ എന്ന് മുന്നറിയിപ്പ് നൽകി ദേവദത്തൻ തൻ്റെ പ്രണയിനിയെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആദി അവനിലുണ്ടായിരുന്നു. സുഹൃത്തായ കൂട്ടത്തിലെ മൂത്തവനായി നന്ദഗോപാലുള്ള ധൈര്യമാണ് അല്പമെങ്കിലും അവരെ ഈ സാഹസത്തിന് പ്രേരിപ്പിച്ചത്. പിന്നെ സ്വർണപ്രഭയെ മനക്കലെ തമ്പ്രാക്കന്മാർ വേലി കയ്പിച്ചയക്കുമോ എന്ന ഭയവും. നീണ്ടുകിടക്കുന്ന ആ ഇടനാഴിയിലൂടെ അവർ കുറച്ചു ദൂരം താണ്ടി. അപ്പോഴാണ് കുറച്ചകലെയായി ആ ഇടനാഴിക്ക് മുകളിൽ അല്പം ഉയർന്നു നിൽക്കുന്ന ആ പഴയ നാലുകെട്ട് ഒരു ജീർണിച്ച അവസ്ഥയിൽ അവരുടെ കണ്ണുകളിൽ പതിഞ്ഞത്. നിലാവിൻ്റെ വെട്ടത്താൽ കുറ്റിക്കാടുകൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന നെല്ലൂർ മന. അവർ ആ ഇടനാഴിയിൽ നിന്നും ദൂരെയകലെയുള്ള മനക്കലേക്ക് ആകാംക്ഷയോടെ നോക്കി. ഏകദേശം അർദ്ധരാത്രിയോടടുത്തു നിൽക്കുന്ന സമയം. അടഞ്ഞുകിടക്കുന്ന നെല്ലൂർ മനയും പരിസരവും ശൂന്യമായി കിടക്കുന്നു. അവിടെ ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. ശബ്ദം കുറച്ചുകൊണ്ട് നന്ദഗോപാൽ ദേവദത്തനോട് പറഞ്ഞു, ആരെങ്കിലും കാണുമോ എന്ന പേടി കാരണം അവൾ മുറ്റത്തെവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടാവും. ദേവദത്തൻ പ്രതീക്ഷയോടെയാണത് പറഞ്ഞത്. പെട്ടെന്നാണ് അവിടെ എവിടെ നിന്നോ ഒരു കാലൻ കോഴിയുടെ കൂവൽ ഉയർന്നു കേട്ടത്. നിശബ്ദമായിരുന്ന അന്തരീക്ഷത്തെ ആ കരച്ചിൽ ഭീതിപ്പെടുത്തി. മറ്റൊരു ദിക്കിൽ നിന്നും കുറുക്കന്മാർ വിലാപമായി ഓരിയിടുന്ന ശബ്ദവും അവരെ ഭീതിയിലാഴ്ത്തി. തമ്പ്രാക്കന്മാരെങ്ങാൻ കണ്ടാൽ പിന്നെ പുറം ലോകം കാണില്ല. തെല്ല് പരിഭ്രമം പ്രകടിപ്പിച്ച് ഇസ്ഹാക്ക്. മുത്തച്ഛൻ പറഞ്ഞുകൊടുത്ത പഴങ്കഥ ഓർത്തുകൊണ്ടാണ് നന്ദഗോപാൽ മനക്കലേക്ക് നോക്കിയത്. തിരുമുറ്റത്ത് വിളക്ക് വെച്ച് അതിൽ തിരിയിട്ട് അലങ്കാരമായി വെട്ടം തെളിയിച്ച് ഒരു അങ്കത്തൊട്ടൊരുക്കി നിൽക്കുകയാണ് നെല്ലൂർ മന. ഉടവാളും പരിചയവും പരസ്പരം തോളൊരുമി ഏറ്റുമുട്ടുന്ന അന്തരീക്ഷം ആ കണ്ണുകളിൽ ജ്വലിച്ചു മറഞ്ഞു. പക്ഷേ ആ സമയവും ദേവദത്തൻ്റെ മനസ്സിൽ സ്വർണപ്രഭ മാത്രം നിയലിച്ചു. ശൂന്യമായി കാണപ്പെട്ട നെല്ലൂർ മനയിലേക്ക് അവരുടെ ചുവടുകൾ ഓരോന്നായി മുന്നോട്ട് വെച്ചു. അങ്ങനെ അവർ മനയുടെ ഏതാണ്ട് 2 വാരം അകലെയെത്തി. ആ ഇടനാഴിയിൽ നിന്നും ഒരു പഴയ ചെങ്കൽ ഗോവണി ചവിട്ടി വേണം മനയിലേക്ക് കയറാൻ. ഇടനാഴിയുടെ മുകളിലെ പറമ്പിൽ പഴയ ചെങ്കല്ലിൽ തീർത്ത ജീർണിച്ച നെല്ലൂർ മന ആരെയും ഒന്ന് പകപ്പിച്ചു പോകും. വാസ്തുശില്പങ്ങളാൽ കൊത്തിവെച്ച ഭിത്തികളും തൂണുകളും, ചെമ്പിൻ തകിട് പാകിയ മേൽക്കൂര, 2 ഭാഗത്തും തിണ്ണകൾ, തിരുമുറ്റത്തെ തെക്ക് വശത്തായി പടകെട്ടിയ കിണർ. ആ ഇടനാഴിയിൽ നിന്നുകൊണ്ട്
അവരതെല്ലാം ശ്വാസമടക്കി കണ്ടു. ആ സമയം ദേവദത്തൻ്റെ കണ്ണുകൾ സ്വർണപ്രഭയെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ നെല്ലൂർ മനയുടെ മുറ്റത്തൊന്നും സ്വർണപ്രഭയെ കാണാൻ അവർക്ക് സാധിച്ചില്ല. എവിടെ നിന്റെ സ്വർണപ്രഭ? പരിഭ്രമത്തോടെ നന്ദഗോപാൽ ദേവദത്തനോട് ചോദിച്ചു. അവളെ മുറ്റത്തൊന്നും കാണാനില്ലല്ലോ. ഇസ്ഹാക്കും പറഞ്ഞു, അവിടെ കയറി നോക്കിയാലല്ലേ ആളെ കാണാൻ സാധിക്കൂ. അല്പം മനപ്രയാസത്തോടെയാണെങ്കിലും ദേവദത്തൻ അത് പറഞ്ഞുകൊണ്ട് ഇടനാഴിയിൽ നിന്നും ഗോവണിപ്പടിയിൽ കാലെടുത്തു വെച്ചു. അപ്പോഴാണ് മനക്കലെ തെക്ക് വശത്തായി കിടക്കുന്ന കിണറിൽ എന്തോ വീഴുന്ന ശബ്ദം അവരുടെ കാതുകളിൽ വന്നടിച്ചത്. ആ സമയം അവരുടെ 3 പേരുടെയും ഹൃദയത്തിനുള്ളിൽ ഒരു മിന്നൽ പിളർപ്പുണ്ടായി. കിണറിലെ വെള്ളത്തിൽ വലിയ ശബ്ദത്തിൽ എന്തോ വന്നു വീണിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ നിമിഷം അവർ അവിടെ ഇടനാഴിയിൽ മെല്ലെ കുനിഞ്ഞിരുന്നു, തങ്ങളെ ആരും കാണരുതെന്ന ഉദ്ദേശത്തിൽ. ദേവദത്തൻ വരില്ലെന്ന് കരുതി അവൾ വല്ല കടുങ്കയും ചെയ്തോ? ഇസ്ഹാക്ക് അതിനിടയിൽ വേവലാതിയോടെയാണത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ദേവദത്തന് കോപം ഇരിച്ചു കയറി. അവൻ ഇസ്ഹാക്കിനോട് ദേഷ്യത്തോടെ കയർത്തു. അപ്പോഴാണ് വീണ്ടും കിണറിലേക്ക് വെള്ളം കോരുന്ന തൊട്ടിയിടുന്ന ശബ്ദം അവരുടെ കാതുകളിൽ പതിഞ്ഞത്. ആരും മിണ്ടരുത്, നന്ദഗോപാൽ അവരോട് ആംഗ്യം കാണിച്ചു. എന്താണ് ആ ശബ്ദം എന്നറിയാൻ അവർ പതുക്കെ തലയുയർത്തി. എന്നിട്ട് നെല്ലൂർ മനയിൽ ആ ശബ്ദം കേട്ട കിണറിൻ്റെ ഭാഗത്തേക്ക് മെല്ലെ ഏന്തി നോക്കി. അപ്പോഴാണ് അവരാ കാഴ്ച ശരിക്കും കണ്ടത്. നെല്ലൂർ മനയുടെ ഇടനാഴിയിൽ നിന്നും അല്പം തൊട്ടകലെയുള്ള കിണറിൻ്റെ പടവത്തു നിന്ന് ഒരു പാവാടയും ബ്ലൗസും ധരിച്ച് ഒരു യുവതി നിൽക്കുന്നു. അവർ പകച്ചുകൊണ്ട് പരസ്പരം മുഖാമുഖം നോക്കി. അതാണോ സ്വർണപ്രഭ? നേർത്ത സ്വരത്തിൽ നന്ദഗോപാൽ ദേവദത്തനോട് ചോദിച്ചു. പക്ഷേ എന്തോ ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ അവിടേക്ക് പകച്ചു നോക്കുകയാണവൻ. പക്ഷേ അപ്പോഴും അവളുടെ മുഖം അഴിഞ്ഞു വീണ കാർക്കൂന്തലിനാൽ മൂടപ്പെട്ടിരുന്നു. ആ കിണറിൻ്റെ പടവിൽ നിന്നുകൊണ്ടവൾ കിണറിൽ നിന്നും കോരിയെടുത്ത വെള്ളം അവളുടെ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ടിരുന്നു. ഈ നേരം കെട്ട അസമയത്ത് ആരെങ്കിലും ഇതുപോലെ കിണറ്റിന്ന് കോരി കുളിക്കുമോ? ഇസ്ഹാക്ക് പരിഭ്രമനായിക്കൊണ്ട് പതുക്കെ ചോദിച്ചു. ശരിയാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് കാണുന്നത്. നന്ദഗോപാലും പരിഭ്രമിച്ചു. നിന്നെ കാണാതായപ്പോൾ ഒരുപക്ഷെ മനോനില തെറ്റിയതായിരിക്കാം. ഇസ്ഹാക്ക് അല്പം ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൻ ആകെ വിഷമിച്ചു. ദേവദത്തൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. നെല്ലൂർ മന ലക്ഷ്യമാക്കി പതുക്കെ ഗോവണി ചവിട്ടി മനയിലേക്ക് പോകുന്ന ചെറിയൊരു പാതയായിരുന്നു അത്, നടപ്പാത. ആ പാതയും മുറ്റവുമെല്ലാം ഉണങ്ങിയ ചപ്പുചവറുകൾ കൊണ്ട് വൃത്തിഹീനമായിരുന്നു. അവിടമാകെ കണ്ടപ്പോൾ തികച്ചും ഉപയോഗശൂന്യവും ആൾവാസം ഇല്ലാത്തതുമായ അനുഭവം പ്രതിഫലിച്ചു. അവൻ മനയുടെ തിരുമുറ്റത്തെത്തിയപ്പോൾ ദേവദത്തൻ പകച്ചുപോയി. പനകുല പോലെ നിലത്ത് അരിഞ്ഞു വീണ മുടിയുമായി കിണറ്റിൻ പടവത്ത് നിൽക്കുന്നത്
ആര്? അവൻ്റെ കണ്ണുകളിൽ ആശ്ചര്യം നേലിച്ചു. എന്തോ അടുത്തെത്തിയപ്പോൾ വല്ലാത്ത പിരിമുറുക്കം അവൻ്റെ നെറ്റി ചുളിഞ്ഞു. സ്വർണപ്രഭയുടെ മുടിക്ക് ഇത്രയും നീളമുണ്ടായിരുന്നില്ലല്ലോ. അവൻ്റെ ഉള്ളിൽ സംശയം നേലിച്ചു. ദേവദത്തിന് എന്തോ പന്തികേട് പോലെ തോന്നി. അവൾ വേഷം മാറി വീട്ടുകാരെ കബളിപ്പിക്കാൻ ചെയ്തതായിരിക്കുമോ? അവൻ്റെ ഉള്ളിൽ ചോദ്യമുയർന്നു. പരിഭ്രമം അവൻ്റെ ഉള്ളിൽ അധികരിച്ചു. തനിക്കെതിരായി മുഖം തിരിച്ചു നിൽക്കുന്ന ആ യുവതിയെ നോക്കി ദേവദത്തൻ പതുക്കെ വിളിച്ചു, സ്വർണപ്രഭയല്ലേ? നിന്റെ ദത്തനാണ്. അവൻ പതുക്കെ വിളിച്ചു. അവൻ്റെ ആദ്യ വിളിയിൽ അവനെ നോക്കാതെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് യുവതി. പെട്ടെന്ന് അവളുടെ മുഖം മെല്ലെ അവനു നേരെ തിരിഞ്ഞു വന്നു. പക്ഷേ അവളുടെ മുഖം അഴിഞ്ഞു വീണ കാർക്കൂന്തലിനാൽ മൂടപ്പെട്ടിരുന്നു. ദേവദത്തൻ ആദ്യം ഒന്ന് പകച്ചു. അവൾ മുഖം തിരിച്ചപ്പോൾ എന്തോ അസാധാരണത്വം അവളിൽ പ്രകടമായതായി അവന് തോന്നി. ദേവദത്തൻ അവളുടെ ഒരു മൂലം അടുത്തേക്ക് നീങ്ങിയപ്പോഴായിരുന്നു അവൻ്റെ ശ്രദ്ധയിൽ അത് പതിഞ്ഞത്. മുഖത്തെ മറച്ച ആ മുടിയകളിലൂടെ അവളുടെ രക്തവർണ്ണ കണ്ണുകൾ അഗ്നി കണക്കെ ജ്വലിക്കുന്നത് അവന് കാണാൻ സാധിച്ചു. അത് കണ്ടപ്പോൾ അവൻ്റെ നാവിലെ ഉമിനീർ വറ്റി വരണ്ട പോലെ തോന്നി. ഒന്ന് ശബ്ദമെടുത്തു വിളിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. അന്തരീക്ഷത്തിൽ നിന്നും തഴുകി വന്ന ഇളം കാറ്റിനാൽ അവളുടെ മുഖത്തെ മറച്ച കാർക്കൂന്തൽ പെട്ടെന്ന് പാറിയുയർന്നു. അവൻ ഭയന്ന് ഒരടി പിന്നോക്കം പോയി. ആ നിമിഷം ദേവദത്തൻ്റെ കണ്ണുകളെ ഞെട്ടിച്ചുകൊണ്ട് ആ രൂപം ക്രോധശൂരഭാവത്തിലായി. അമ്മേ! ദേവദത്തൻ്റെ നിലവിളി ശബ്ദം ഒരു വിലാപം പോലെ അപ്പോഴാണ് പുറത്തേക്ക് വന്നത്. അവൻ ഭയന്നുകൊണ്ട് പിന്നിലോട്ട് തെന്നി വീണു. ആ കാഴ്ച കണ്ട് നെല്ലൂർ മനക്കിലെ ഇടനാഴിയിൽ നിൽക്കുന്ന നന്ദഗോപാലും ഇസഹാക്കും ഞെട്ടി. അവനെന്തു പറ്റി? ഞൊടിയിടയിൽ അവർ രണ്ടുപേരും വെപ്രാളത്തോടെ നെല്ലൂർ മനയിലേക്ക് കയറുന്ന ഗോവണി ചവിട്ടി. മുറ്റത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോഴായിരുന്നു അവരാ ഭീകരമായ കാഴ്ച കാണുന്നത്. ദേവദത്തൻ്റെ കഴുത്തിൽ അവളുടെ കൂർത്ത നഖങ്ങളുള്ള കൈകൾ വെരിഞ്ഞു മുറുക്കിയിരുന്നു. അവനെ വായുവിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അവളുടെ പൈശാചികമായ കൈകളിൽ കിടന്ന് അവൻ പിടിയുന്നത് ആ ഗോവണിയിൽ ചവിട്ടി നിൽക്കുന്ന നന്ദഗോപാലും ഇസ്ഹാക്കും ഞെട്ടലോടെ കണ്ടു. ഇതെന്താ അവൾ ഈ കാണിക്കുന്നത്? അതവൻ്റെ സ്വർണപ്രഭയല്ലേ? അവർ അമ്പരപ്പോടെ ചിന്തിച്ചു. ഒരു നിമിഷം അവർ നടുങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു. എങ്കിലും ദേവദത്തൻ അപകടത്തിലാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. പിന്നെ ഒരു നിമിഷം അമാന്തിച്ചില്ല. ദേവദത്തനെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തിൽ അവർ രണ്ടും കൽപ്പിച്ച് നെല്ലൂർ മനയിലേക്കുള്ള നടപ്പാതയിലൂടെ വേഗത്തിൽ ഓടി. പക്ഷേ അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ച അവൾ ദേവദത്തനെ ആകാശം മുട്ടെ ഉയർത്തി. അപ്പോൾ അവളുടെ കൈകൾക്ക് അപാരമായ നീളം വെച്ചിരുന്നു. അത് കണ്ട് പകച്ചുപോയ നന്ദഗോപാലും ഇസ്ഹാക്കിനും എന്തു ചെയ്യണമെന്നറിഞ്ഞില്ല. അവർ ആ നടപ്പാതയിൽ കിണറിനും പാതയ്ക്കും മധ്യത്തിലായി പതറി നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ രക്തവർണ്ണ കണ്ണുകളിൽ നിന്നും ജ്വലിച്ചുകൊണ്ട് തീജ്വാലകൾ
പുറത്തേക്ക് പ്രവഹിച്ചത്. നന്ദഗോപാലും ഇസഹാക്കും അത് കണ്ട് ഭയന്ന് നടപ്പാതയിലൂടെ 2 വാരം പിന്നിലേക്ക് തെറിച്ചു വീണു. വീണ ദിക്കിൽ നിന്നും 2 പേരും ഭീതിയോടെ കിണറിനരികിലേക്ക് അങ്ങോട്ടേക്ക് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഉയർത്തിയ കൈവെള്ളയിൽ ദേവദത്തനെ പൊക്കിപ്പിടിച്ച് കിണറിനു മധ്യേ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണവൾ. അപ്പോഴും ശബ്ദം പുറപ്പെടുവിക്കാനാകാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു ദേവദത്തൻ. പക്ഷേ കഴുത്തിലെ കുരുക്ക് കാരണം ആ ശബ്ദം പുറത്തേക്ക് വന്നില്ല. നന്ദഗോപാലും ഇസഹാക്കും നിലത്തു നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ അവൾ ദേവദത്തനെ ആ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കണ്ട നന്ദഗോപാലും ഇസഹാക്കും വല്ലാതെ നടുങ്ങിപ്പോയി. പ്രാണരക്ഷാർത്ഥമുള്ള അവൻ്റെ വിലാപമായ നിലവിളി അവരെ വല്ലാതെ അസ്വസ്ഥമാക്കി. ഭീതിയോടെയാണെങ്കിലും അവർ ദേവദത്തനെ രക്ഷിക്കാനെന്നോണം കിണറിനും അവൾക്കുമടുത്തേക്ക് ഓടി. പക്ഷേ അവർ ഓടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ദേവദത്തന് പിന്നാലെ അവളും സ്വയം ആ പൊട്ടക്കിണറ്റിൽ എടുത്തു ചാടി. ഒരു മല വന്ന് വീണ ശബ്ദം ആ സമയം അവിടെ നിയലിച്ചു. നന്ദഗോപാലിനും ഇസഹാക്കിനും അവിടെ നടക്കുന്നത് എന്താണെന്ന് പിടികിട്ടിയില്ല. അവർ ഭീതിയോടെയും ആശ്ചര്യത്തോടെയും ആ കിണറിനടുത്തേക്ക് ഓടി. അതിലേക്ക് നോക്കി. ഒരുപാട് ആഴമുള്ള ഒരു പൊട്ടക്കിണറായിരുന്നു അതെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ പടവത്തു നിന്നും അതിലേക്ക് നോക്കി നിലവിളിച്ച് കരഞ്ഞു. "ഡാ ദത്താ, നീ എവിടെ?" നന്ദഗോപാലും ഇസഹാക്കും അന്താളിപ്പോടെ ആ കിണറ്റിൻ പടവത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. പക്ഷേ ആ അർദ്ധരാത്രി പിന്നിട്ട അസമയത്ത് അത് കേൾക്കാൻ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ മുറ്റത്തു നിന്നും നെല്ലൂർ മനയിലേക്ക് നോക്കിയപ്പോൾ മന ഇരുണ്ട് കിടക്കുന്നതായി അവർക്ക് തോന്നി. എവിടെയും വല്ലാത്ത മൂകത മാത്രം. ഇരുണ്ട് കിടക്കുന്ന മനക്കിലെ മച്ചിൻ പുറത്ത് ഒരു വെള്ളിമൂങ്ങ അവരെ നോക്കി തുറിച്ചിരിക്കുന്നതായി അവർക്ക് കാണാൻ സാധിച്ചു. അവിടമാകെ ശൂന്യത തളം കിട്ടിയിരുന്നു. ഇസഹാക്കെ, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമ്മളറിയാത്ത എന്തൊക്കെയോ. നന്ദഗോപാൽ എന്തോ ചിന്തിച്ചിട്ടെന്ന വണ്ണം അല്പം ഗൗരവത്തോടെയാണത് പറഞ്ഞത്. ഈ സ്ഥലം ഏതോ അപകടം പിടിച്ചതാണെന്നാ തോന്നുന്നത്. എന്തോ ഒരു ദുരൂഹത ഇക്കരെ കടന്നപ്പോൾ തന്നെ അനുഭവപ്പെട്ടിരുന്നു. നമ്മുടെ ജീവൻ അപകടത്തിലാണ്. അവിടെ ആ കിണറിനടിയിലേക്ക് നോക്കിക്കൊണ്ട് എന്തോ വല്ലാത്ത പ്രയാസത്തോടെ നന്ദഗോപാൽ പറഞ്ഞു. നമ്മുടെ ദത്തൻ. നന്ദഗോപാലിൻ്റെ സ്വരമിടറി. അയാൾ ആ കിണറിലേക്ക് നോക്കി വീണ്ടും അലറി വിളിച്ചു, "ദത്താ." ആ ശബ്ദം കിണറിൽ ഉച്ചത്തിൽ പ്രതിധ്വനിച്ചു. അപ്പോഴാണ് കിണറ്റിനടിയിൽ നിന്നും എന്തോ ഒരു വല്ലാത്ത കുമിളകൾ നുരഞ്ഞു പൊന്തുന്ന ശബ്ദം പുറപ്പെടുവിക്കപ്പെട്ടത്. ഒപ്പം വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന മണം ആ കിണറിൽ നിന്നും പ്രവഹിച്ചു. കാലപഴക്കം ചെന്ന വെന്തുകരിഞ്ഞ മാംസത്തിൻ്റെ അസഹ്യമായ ദുർഗന്ധം.
അസ്വസ്ഥരായി ഭീതിയോടെ നിൽക്കുന്ന നന്ദഗോപാലും ഇസഹാക്കും പെട്ടെന്ന് ആകുലപ്പെട്ടു. ഇവിടെ എന്തോ ഉണ്ട്, ഇവിടെ എന്തോ ഉണ്ട്. ഉടനെ നമുക്ക് ഇവിടം വിടണം. അക്കരെ കടന്ന് നടന്നതെല്ലാം ആളുകളെ അറിയിക്കണം. നന്ദഗോപാൽ ഇസഹാക്കിനോട് പറഞ്ഞു. അത് ശരിയാണെന്ന് ഇസഹാക്കിനും തോന്നി. രണ്ടുപേരും പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇടനാഴിയിലേക്ക് ഇറങ്ങി കടവത്തേക്ക് നടന്നു. അവർ നടന്നു മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ നന്ദഗോപാൽ മെല്ലെ തിരിഞ്ഞു നിന്ന് നെല്ലൂർ മനയിലേക്ക് നോക്കി. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും എന്തോ ഉളിർത്ത് കയറിയ പോലെ തോന്നി അവന്. ഇരുട്ടു പരന്ന് കിടക്കുന്ന നെല്ലൂർ മനയുടെ തിരുമുറ്റത്ത് തമ്പ്രാക്കന്മാരെ വാളിൻ തലമ്പിൽ നിർത്തി വിചാരണ നടത്തുന്ന ഒരു ആർച്ച. അവളുടെ കണ്ണുകൾ അപ്സരസിനെ പോലെ തിളങ്ങി നിൽക്കുന്നു. പനങ്കുല പോലെ നിലത്ത് വീണ് കിടക്കുന്ന കാർക്കൂന്തൽ, മിഴികൾ വിടർത്തി ജ്വലിച്ച രക്തവർണ്ണ കണ്ണുകളുമായി രാക്ഷസി രുക്മിണിയെപ്പോലെ നിൽക്കുകയാണവൾ. അവളുടെ കാൽക്കീയിൽ ജീവന് വേണ്ടി യാചിക്കുന്ന കുറേ തമ്പ്രാക്കന്മാർ. അതെല്ലാം തൻ്റെ കണ്ണുകളിൽ മിന്നി മറഞ്ഞു പോകുന്നത് പോലെ തോന്നി നന്ദഗോപാലിന്. ഒരു നെടുവീർപ്പിട്ടുകൊണ്ടയാൾ പിന്നെ പിന്നിലോട്ട് നോക്കാതെ മുന്നോട്ട് കുതിച്ചു. ഒപ്പം ഇസഹാക്കും. എന്തെല്ലാം കാഴ്ചകളാണ്! നടന്നു നീങ്ങുന്നതിനിടയിൽ കിതച്ചുകൊണ്ട് നന്ദഗോപാൽ ആശ്ചര്യപ്പെട്ടു. മുത്തച്ഛൻ പകർന്നു നൽകിയ പഴയ നെല്ലൂർ മനയുടെ പഴങ്കഥകൾ അപ്പോൾ നന്ദഗോപാൽ മനസ്സിൽ ചികഞ്ഞെടുത്തു. അപ്പോൾ ദത്തനെ പ്രണയിച്ച സ്വർണപ്രഭ എവിടെ? വെപ്രാളത്തോടെ അതിവേഗം നടന്നു നീങ്ങുന്ന നന്ദഗോപാലിൻ്റെ ഉള്ളിൽ സംശയാസ്പദമായ ചോദ്യങ്ങൾ ഉയർന്നു. എല്ലാറ്റിലും എന്തൊക്കെയോ ദുരൂഹത പ്രകടമാവുന്നു. നടത്തത്തിനിടയിലും ഗാഢമായ ചിന്ത അയാളെ പിടിച്ചുകുലുക്കി. ദത്തനെ ആ ആഴക്കിണറ്റിൽ തള്ളിയിട്ടത് ആരായിരിക്കും? ആ പ്രത്യേകതയുള്ള യുവതിക്ക് എന്തോ അമാനുഷികമായ കരുത്തുണ്ടെന്ന് നന്ദഗോപാലിന് ബോധ്യമായി. ഓരോന്നും ആലോചിച്ച് അവർ നടന്ന് പുഴക്കടവിനടുത്തെത്തിയപ്പോഴാണ് ആ ഇരുട്ടിൽ നന്ദഗോപാലും ഇസഹാക്കും ഒന്ന് ഞെട്ടിയത്. ആ പുഴയുടെ തീരത്ത് നേരത്തെ കടവ് കടന്നു വന്ന വള്ളത്തിനടുത്ത് വാപ്പിളർന്ന് കിടക്കുന്ന ഒത്തിരി ചീങ്കണ്ണികൾ ആരെയോ കാത്തു നിൽക്കും പോലെ കിടക്കുന്നു. അത് കണ്ട് വല്ലാത്ത അന്താളിപ്പിലായി രണ്ടുപേരും. നേരത്തെ അക്കരെ കടക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതും ഇത്രയധികം. നന്ദഗോപാൽ ഇസഹാക്കിനെ നോക്കി ഭീതിയോടെ പറഞ്ഞു. ഇസഹാക്കിൻ്റെ ഉള്ളിൽ ഭയം മെല്ലെ മെല്ലെ ഇരിഞ്ഞു കയറി. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അവൻ ഭയപ്പാടോടെ നന്ദഗോപാലിനോട് ചോദിച്ചു. നന്ദഗോപാലിനും ഒരു നിശ്ചയമുണ്ടായില്ല. അയാളും ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചു. അപ്പോഴേക്കും അർദ്ധരാത്രി പിന്നിട്ട് നേരം പുലരാറായിരുന്നു. അയാൾ തൻ്റെ വാച്ചിൽ സമയം നോക്കിയപ്പോൾ മണി 5 കഴിഞ്ഞിരുന്നു. ഇനി സൂര്യനുദിക്കാൻ 1 മണിക്കൂർ മാത്രം. നന്ദഗോപാലിൻ്റെ ഉള്ളിൽ അല്പം ആശ്വാസത്തിൻ്റെ കണികകൾ തെളിഞ്ഞു വന്നു. അപ്പോഴാണ് ദൂരെയകലെ നിന്നും ജ്വലിച്ചു തെളിഞ്ഞ പ്രകാശം പോലെ എന്തോ ഒന്ന് അടുത്തു വരുന്നതായി നന്ദഗോപാലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ അത് സൂക്ഷ്മമായി നോക്കി. അപ്പോഴാണ് നേരത്തെ നെല്ലൂർ മനക്കലെ കിണറ്റിൽ ചാടിയ രക്തവർണ്ണ കണ്ണുള്ള യുവതിയാണതെന്ന്
അയാൾക്ക് മനസ്സിലായത്. അതെ, നേരത്തെ നെല്ലൂർ മനക്കിലെ ആഴക്കിണറിൽ ദത്തനെ എടുത്തെറിഞ്ഞ അവൾ തന്നെ. നന്ദഗോപാലിൻ്റെ ഉള്ളിൽ അപ്പോൾ വല്ലാത്തൊരു നടുക്കം അനുഭവപ്പെട്ടു. എന്തോ അതൊരു സാധാരണ സ്ത്രീയല്ലെന്ന് അയാൾക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. ഏതോ ഒരു ദുഷ്കർമ്മിയാവാം. അയാളുടെ ആത്മാവ് അയാളോട് അങ്ങനെ പറഞ്ഞു. അത് ഉള്ളിൽ പതിഞ്ഞപ്പോൾ നന്ദഗോപാലിൻ്റെ ഹൃദയം അറിയാതെ നുറുങ്ങുന്നുണ്ടായിരുന്നു. അതെ, ഒരു കൊടുങ്കാറ്റ് പോലെ അവർക്ക് നേരെ കുതിച്ചു വരികയാണ് ആ രാക്ഷസി യുവതി. നന്ദഗോപാലിന് ശരിക്കും വ്യക്തമായി, തങ്ങളിപ്പോൾ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കയത്തിൽ ഉള്ളതുപോലെ തോന്നി അവർക്ക്. തങ്ങൾക്ക് നേരെ ചീറി വരുന്ന ആ പൈശാചിക യുവതിയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ആത്മധൈര്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. നന്ദഗോപാലിന് അതിന് സാധിക്കുകയും ചെയ്തു. പക്ഷേ ആ ക്രോധഭാവമുള്ള യുവതിക്ക് മുമ്പിൽ ഇസഹാക്കിൻ്റെ കാലുകൾ കുഴഞ്ഞു. നന്ദഗോപാൽ യാതൊരു ദിക്കും നോക്കാതെ പ്രാണനും കൊണ്ട് ഓടാൻ തുടങ്ങി. ഇസഹാക്കിൻ്റെ തളർച്ച കണ്ട് അവൻ്റെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് അയാൾ മരണവെപ്രാളം കാണിച്ചു. പിന്നാലെ അവരെ പിന്തുടർന്ന് ഇരമ്പൽ വേഗതയിൽ ആ പൈശാചിക യുവതിയും. ഓടുന്നതിനിടയിൽ അവർക്ക് പിന്നാലെ വരുന്ന രാക്ഷസി യുവതിയുടെ അലർച്ചയോടെയുള്ള ഗർജനം അവരുടെ കർണപുടങ്ങളിൽ തുളച്ചു കയറി അവരിൽ ഞെട്ടലുണ്ടാക്കി. ഭയന്നു വിറച്ചു മരണവെപ്രാളത്തിൽ കുതിച്ചുപായുന്ന നന്ദഗോപാലും ഇസഹാക്കും ഓടിത്തകർന്നു വീണ്ടും നെല്ലൂർ മനയിലെ തിരുമുറ്റത്തെത്തി. ശൂന്യമായി കിടക്കുന്ന നെല്ലൂർ മനക്കിലെ വരാന്തയുടെ തറയിൽ ഒറ്റപ്പെട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചാരു കസേര. ഇരുട്ടിൻ്റെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ അവർക്കത് കാണാൻ സാധിച്ചു. അപ്പോഴാണ് കിഴക്ക് നിന്നും ആ പൊൻകിരണം മാനത്ത് തെളിഞ്ഞു വന്നത്. അപ്പോഴും അവരുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത ക്രമാതീതമായി ഉയർന്നു. നന്ദഗോപാലും ഇസഹാക്കും ഭയപ്പാടോടെ കിതച്ചുകൊണ്ട് പതുക്കെ മുഖം പിന്നിലേക്ക് തിരിച്ചു. പക്ഷേ അവർക്ക് അവരുടെ പിന്നിൽ ആരെയും കാണാൻ സാധിച്ചില്ല. അപ്പോഴേക്കും മാനം പൂർണ്ണമായും തെളിഞ്ഞിരുന്നു. മാനം തെളിഞ്ഞെങ്കിലും നെല്ലൂർ മനയും പരിസരവും അപ്പോഴും തെളിഞ്ഞില്ല. എന്തോ അവിടമാകെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. മനക്കിലെ തിരുമുറ്റത്തു നിന്നും അവരുടെ കണ്ണുകൾ നെല്ലൂർ മനയുടെ വരാന്തയിലേക്ക് ഓളമിട്ടു. അപ്പോഴാണ് മനക്കിലെ ഭിത്തിയിൽ വർഷങ്ങൾ പഴക്കമുള്ള ചില്ലിട്ടുവെച്ച കുറേ തമ്പ്രാക്കന്മാരുടെ കറുപ്പും വെളുപ്പും ചേർന്ന ജീർണിച്ച ചിത്രങ്ങൾ കാണാൻ സാധിച്ചത്. അവയിൽ ചിലതൊന്നും കാലപഴക്കത്തിനാൽ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാവരും മരണപ്പെട്ടവരായിരുന്നു. എന്തോ ഒരു സംശയത്തോടെ നന്ദഗോപാൽ അതിലേക്ക് സൂക്ഷ്മതയോടെ നോക്കിയപ്പോഴാണ് ആ ചിത്രങ്ങൾക്കിടയിൽ ദേവദത്തൻ്റെ മുത്തച്ഛൻ്റെ ചില്ല് ചിത്രം അയാൾ കണ്ടത്. അയാളുടെ ഹൃദയത്തിൽ ആ കാഴ്ച തുളച്ചു കയറി. അപ്പോഴാണ് ദേവദത്തനും നെല്ലൂർ മനക്കിലെ രക്തത്തിൽ പിറന്നവനാണെന്ന് അയാൾക്ക് മനസ്സിലായത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവന് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്? നന്ദഗോപാലിൻ്റെ ഉള്ളിൽ ആകെ ഇരുട്ട് പടർന്ന പോലെയായി. നന്ദഗോപാലും ഇസ്ഹാക്കും ആ ഭിത്തിയിൽ ആശ്ചര്യത്തോടെ തുറിച്ചു നോക്കി. അടുത്ത നിമിഷം അവർ മെല്ലെ മനയോട് ചേർന്ന് കിടന്ന ആഴമേറിയ പൊട്ടക്കിണറിനടുത്തേക്ക് വന്നു. ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ പൊട്ടക്കിണർ. നന്ദഗോപാലും ഇസ്ഹാക്കും തങ്ങളുടെ പ്രിയ സ്നേഹിതനെ ഓർത്തുകൊണ്ട് ആ കിണറിലേക്ക്
ഒരു വിതുമ്പലോടെ നോക്കി. അപ്പോൾ അവിടം ശൂന്യമായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അവർ അല്പനേരം അവിടെ മൗനമായി നിന്ന ശേഷം മെല്ലെ അവിടെ നിന്നും മാടമ്പിക്കടവിലേക്ക് നടന്നു. അപ്പോൾ മാടമ്പിക്കടവിൽ കടത്തുകാരൻ ആ പഴയ ജീർണിച്ച വള്ളവുമായി കടത്തുകാരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദഗോപാലും ഇസ്ഹാക്കും ആ നിമിഷം പരസ്പരം മുഖത്തോട് മുഖം നോക്കി. തലയിൽ ഒരു മുണ്ടു ചുരുട്ടി കള്ളിലുങ്കിയുമെടുത്ത് ഒരു 60 വയസ്സുള്ള കടത്തുകാരൻ നന്ദഗോപാലും ഇസ്ഹാക്കും മെല്ലെ വള്ളത്തിൽ കയറിയിരുന്നു. അവരുടെ മുഖത്തെ നിസ്സായ അവസ്ഥ കണ്ടപ്പോൾ കടത്തുകാരൻ അവരെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ രാത്രി മാടമ്പിക്കടവിൽ പോയതാണോ? നന്ദഗോപാലിനെയും ഇസ്ഹാക്കിനെയും ഭീതിയോടെ നോക്കിക്കൊണ്ട് കടത്തുകാരൻ ചോദിച്ചു. അയാളുടെ ചോദ്യത്തിന് അവർ മൗനമായി തലയാട്ടി. ശിവ ശിവ. അത് കേട്ടപ്പോൾ കടത്തുകാരൻ അവരെ നോക്കി പതുക്കെ മൊഴിഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയത് നിങ്ങൾക്കിടെ ഭാഗ്യം. അയാൾ അമ്പരപ്പോടെ അവരെ നോക്കി പറഞ്ഞു. രാത്രി അവിടം വരെ പോയവരാരും തിരിച്ചു വരാറില്ല. അതാണ് നെല്ലൂർ മന. കടത്തുകാരൻ്റെ ഭീതിതമായ വാക്കുകൾ അവരെ അസ്വസ്ഥരാക്കി. ആ വള്ളം ആ കരയിൽ നിന്നും മെല്ലെ മെല്ലെ നീങ്ങിത്തുടങ്ങി. നന്ദഗോപാലും ഇസ്ഹാക്കും അതിനിടയിൽ നടന്ന കാര്യങ്ങൾ കടത്തുകാരനോട് പറഞ്ഞു. ഒരു നടുക്കത്തോടെ അവർ പറഞ്ഞതെല്ലാം കടത്തുകാരൻ കേട്ടുനിന്നു. അപ്പോഴും അയാളുടെ മുഖത്ത് അവർക്ക് യാതൊരു ഭാവവ്യത്യാസവും കാണാൻ സാധിച്ചിരുന്നില്ല. പങ്കാഴവും തുഴഞ്ഞു നീങ്ങുന്ന വള്ളത്തിലിരുന്നു കൊണ്ട് കടത്തുകാരൻ നെല്ലൂർ മനയുടെ പൂർവകാല പഴങ്കഥ അവർക്ക് മുമ്പാകെ പകർന്നു. നെല്ലൂർ മന വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഇടം. അവിടെ അഗ്നികുണ്ഡത്തിൽ നെല്ലൂർ മനക്കലെ തമ്പ്രാക്കന്മാരാൽ ഇരിഞ്ഞടങ്ങിയ ഒരു പാവപ്പെട്ട സ്വർണപ്രഭയെന്ന പെൺകുട്ടിയുടെ ആത്മാവ് യക്ഷിയായി മാറിയ കഥ. ആ യക്ഷി രൗദ്രഭാവത്തോടെ മാടമ്പിക്കടവിലും നെല്ലൂർ മനയുടെ പരിസരത്തും രാത്രികാലങ്ങളിൽ ഇറങ്ങാറുണ്ടെന്നും പുരുഷന്മാരെ കണ്ടാൽ യക്ഷി യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാറില്ലെന്നും പഴമക്കാർ പറഞ്ഞു കേട്ട അറിവാണ്. ആ മനക്കലെ തമ്പ്രാക്കന്മാരായ പുരുഷന്മാരെ മുഴുവൻ അവൾ, ആ ഭീകരയക്ഷി, കഴുത്തിൽ കൊമ്പല്ലിറക്കി രക്തം ഊറ്റിക്കുടിച്ച് ക്രൂരമായി കൊന്നതാണെന്നാണ് ഗ്രാമത്തിലുള്ളവർ വിശ്വസിക്കുന്നത്. അതിനുശേഷം നെല്ലൂർ മനക്കലെ സ്ത്രീകൾ ഓരോരുത്തരായി മാടമ്പിക്കടവിൽ നിന്നും നാടുവിട്ടുപോയി. അതിനുശേഷം നെല്ലൂർ മനയിലും പരിസരത്തും ഒരു മനുഷ്യക്കുഞ്ഞു പോലും വസിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. നെല്ലൂർ മന വർഷങ്ങളായി അടഞ്ഞു കിടപ്പാണ്. കടത്തുകാരൻ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ വള്ളം മറുകര താണ്ടിയിരുന്നു. നന്ദഗോപാലും ഇസ്ഹാക്കും വഞ്ചിയിൽ നിന്നും ഇറങ്ങി മെല്ലെ മുന്നോട്ട് നടന്നു നീങ്ങുന്നതിനിടയിൽ ആ കടത്തുകാരൻ അവരെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ ഈ മാടമ്പിക്കടവിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, അത് പറഞ്ഞു വെക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ തുറിച്ചു. അയാളുടെ വാക്കുകൾ അവിടെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. കടത്തുകാരൻ്റെ മുഖത്ത് അപ്പോൾ വല്ലാത്ത ഇരുട്ട് പടരുന്നതായി
നന്ദഗോപാലും ഇസഹാക്കും കണ്ടു. കടത്തുകാരൻ വിറയാർന്ന സ്വരത്തോടെ തുടർന്നു, അപ്പോൾ അതൊരു അന്ധകാരമാണ്, ആത്മാവിനെ ഇരുട്ടിലാക്കുന്ന അന്ധകാരം. അത് കേട്ട് അവർ രണ്ടുപേരും കടത്തുകാരനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അത് പറഞ്ഞു വെക്കുമ്പോൾ ആ കടത്തുകാരൻ്റെ കണ്ണുകൾ ഭീതിതമായി തുറിക്കുന്നത് നന്ദഗോപാലും ഇസഹാക്കും ആംബരപ്പോടെ കണ്ടു.